ലീപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. IAS ഫാക്ടർ ലീപ്പിൽ കൂടെ ഉദ്ദേശിക്കുന്നത് MCQസിലൂടെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിത്ത് റെസ്പെക്ട് ടു ദി ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999 ഫെമ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഫെമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തിരക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് ആൻസർ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫെമയെ കുറിച്ച് നമ്മൾ ഇനി മുന്നിലുള്ള എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിരുന്നു വിത്ത് റെസ്പെക്ട് ടു ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെന്റിൽ ഫെമയെ കുറിച്ച് അത്യാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട് ഹിന്ദുവിലും മറ്റു പത്രങ്ങളിലും. അതുകൊണ്ട് തന്നെ ഫെമയെ കുറിച്ച് കൂടുതൽ ബേസിക്സ് അറിഞ്ഞിരിക്കുക എന്നത് ഒരു ആസ്പിരന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്: FEMA's primary objective was to facilitate external trade and payments and promote orderly development of foreign exchange market. Foreign Exchange Management Act ആണ്. It can be true. അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതായത് എക്സ്റ്റേണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാനും ഓർഡർലി ഡെവലപ്മെന്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് കൊണ്ടുവരാനുമുള്ള ഒരു ആക്ട് ആണ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അതിനകത്ത് നെഗറ്റീവ് അടിക്കേണ്ട ഒരു കാര്യമില്ല. വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ട്രൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക: റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിൽ ബി മെയ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാം, ഫോറിൻ എക്സ്ചേഞ്ച്, ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ് ചെയ്യുന്ന ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ? അതായത് ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ കീപ്പ് ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിൽ ബി മെയ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. ചിലർ അത് ട്രൂ ആയിട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, ചിലർക്ക് അത് ഡൗട്ടിൽ വരാം. എന്നാൽ അവിടെ ഇരിക്കട്ടെ. നമുക്ക് നോക്കൂ, വയലേഷൻസ് ഓഫ് ദി ആക്ട് ആർ ജനറലി ട്രീറ്റഡ് ആസ് സിവിൽ ഒഫൻസസ്. അപ്പം ആക്ടിന്റെ വയലേഷൻസ് ജനറലി ട്രീറ്റഡ് ആസ് സിവിൽ ഒഫൻസസ് എന്നാണ് പറയുന്നത്. പക്ഷെ അതും ജനറലി എന്നൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു കീവേഡ് അവിടെ കിടക്കുക. നമ്മുടെ സ്റ്റേറ്റ്മെന്റിനെ സ്പെസിഫിക് ആക്കാതെ ജനറലൈസ് ചെയ്യുന്ന ഒരു കീവേഡാണ് ഈ ജനറലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, 3യും നമുക്ക് എന്താണ്, വേണമെങ്കിൽ ട്രൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി 4 നോക്കാം. ഇറ്റ് ക്ലിയർലി ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്. അവിടെ നമുക്ക് നേരത്തെ സ്റ്റേറ്റ്മെന്റ് 2ൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ക്ലിയർ സ്റ്റാൻഡ് നമുക്ക് എടുക്കാനൊക്കത്തില്ല. അതായത് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനും ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷനും തമ്മിൽ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ഈ ആക്ടിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ 1ഉം 3യും നമുക്ക് റൈറ്റ് ആയിട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇറ്റ് ക്യാൻ ബി ദിസ് വൺ ഓർ ദിസ് വൺ ഓർ ദിസ് വൺ. നമുക്ക് ഒരെണ്ണമേ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ഇച്ചിരെങ്കിലും അല്ലേ? അപ്പോൾ 1 ഔട്ട് ഓഫ് 3 ക്യാൻ ബി ദ റൈറ്റ് ആൻസർ. എന്താണ് മാർഗം? നമുക്ക് ഫാക്ട് അറിഞ്ഞിരിക്കണം, ഫാക്ട് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഈ ആക്ടുകളുടെ ഫാക്ട് പഠിച്ചിരിക്കണം ഒരു ആസ്പിരന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് തിരിച്ചു വരാം നമുക്ക്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിൽ ബി മെയ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിനകത്ത് ആക്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റൂൾസ് ഉണ്ടാക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കണം. റൂൾസ് വിൽ ബി മെയ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് എന്ന ആക്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. റെഗുലേഷൻസ് ആരായിരിക്കണം? RBI ആയിരിക്കണം. അപ്പം ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിന്റെ റൂൾസ് ഉണ്ടാക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റും റെഗുലേഷൻസ് ഉണ്ടാക്കേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ് എന്ന് കൃത്യമായിട്ട് ഫെമ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ക്ലിയർലി ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ current account and capital account transactions. 1, 3 and 4 are correct. ഫെമ വരുന്നതിന്റെ പുറകിൽ ഒരു വലിയ സ്റ്റോറി ഉണ്ട്. അതായത് നമുക്ക് ഇതിന് മുൻപുണ്ടായിരുന്ന ഫെറയാണ്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്നാണ് പേര്. ആ വാക്കിൽ തന്നെ ആ വ്യത്യാസം നമുക്ക് കാണാം അല്ലേ? ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷനും ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റും. അതായത് ഒരെണ്ണം ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് ആയിരുന്നെങ്കിൽ അടുത്തത് പോസിറ്റീവ് ആണ്. റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ, അവിടെ ഒരു കൺട്രോളാണ്, അതൊരു നെഗറ്റീവ് കോൺസെപ്റ്റാണ്. എന്നാൽ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് കോൺസെപ്റ്റാണ്. മനസ്സിലായോ? അപ്പോൾ നെഗറ്റീവായിട്ട് നിന്ന റെഗുലേഷനിൽ നിന്നും നമ്മൾ മാനേജ്മെന്റിലേക്ക് ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറഞ്ഞത്. അതുതന്നെ നമുക്ക് 3-ക്കകത്തും കാണാം. റെഗുലേഷൻ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഫെറ പ്രകാരം വയലേഷൻസ് എല്ലാം ക്രിമിനൽ ഒഫൻസസ് ആയിരുന്നു. അങ്ങനെ ക്രിമിനൽ ഒഫൻസസ് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ഇവിടുത്തെ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും തയ്യാറായി പോലും വരണമെന്നില്ല. അപ്പോൾ എന്താണ്, അവിടെ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആക്കാനായിട്ട് നമ്മൾ എന്തെടുത്തു? ക്രിമിനൽ പ്രൊസീജിയേഴ്സ് മാറ്റിയിട്ട് ജനറൽ ആയിട്ടുള്ള വയലേഷൻസ് എല്ലാം സിവിൽ ഒഫൻസസ് ആക്കി മാറ്റി. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി ആയി മാറി. ആൻഡ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനെയും ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷനെയും കൃത്യമായിട്ട് വേർതിരിച്ച് പറയുന്നുണ്ട് ഫെമയിൽ.
അത് നിങ്ങൾ കൺവെർട്ടിബിലിറ്റി ഒക്കെ ക്ലാസ്സിൽ പഠിക്കും. കറണ്ട് അക്കൗണ്ട് കൺവെർട്ടിബിലിറ്റി, ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടിബിലിറ്റി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ കറണ്ട് അക്കൗണ്ട് ക്യാപിറ്റബിലിറ്റി ഫുൾ കറണ്ട് അക്കൗണ്ട് ക്യാപിറ്റബിലിറ്റി ഉള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ്റെ കാര്യത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടിബിലിറ്റി പാർഷ്യൽ ആണ് എന്ന് നമ്മൾ പഠിക്കും. അത് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റ്യൻ ആണ്. ഒഡുവർ എന്ന് പറയുന്ന ടൈം ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ട്രഡീഷണൽ സൗത്ത് ഇന്ത്യൻ ടെമ്പിൾ പ്രാക്ടീസസ് ഒഡുവേഴ്സ് ആർ ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് as വാട്ട്? ഒഡുവർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അരഘട്ടയെ കുറിച്ച് ചോദ്യമുണ്ട്. എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നും ഇങ്ങനെ ഒരു ടേം ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചോദിക്കാൻ കറണ്ട് അഫെയറിൽ നിന്നും പോസിബിൾ ആയിട്ടുള്ള ഒരു ടേമാണ് ഒഡുവർ എന്ന് പറയുന്നത്. ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ. Administrators responsible for financial management and maintenance of temple during Chola period. Second statement, devotional singers who primarily recite hymns from Tamil, ancient Tamil Shaivite text. Third one, Maratha sculptors responsible for carving temple deities and decorative elements. And fourth one, chief priest who perform the daily rituals and consecrations within the sanctum sanctorum. അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ആണ്, പക്ഷെ ന്യൂസ് വായിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈസിയർ ആണ്. ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എവിടെ പോയി? ഗംഗൈക്കൊണ്ട ചോളപുരത്ത് പോയിട്ട് അവിടുത്തെ ഫംഗ്ഷൻ ആടി തിരുവാതിര എന്ന് പറയുന്ന ഫംഗ്ഷനിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് അദ്ദേഹം അവിടുത്തെ ഫെസ്റ്റിവലിൻ്റെ കംപ്ലീറ്റ് ഫംഗ്ഷൻസിൽ പങ്കെടുക്കുകയുണ്ടായി. അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പം വീഡിയോസ്. ഇളയരാജയുടെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു, ഇളയരാജ ലീഡ് ചെയ്ത. ഈവൻ നമ്മുടെ മലയാളത്തിൽ നിന്ന് മധു ബാലകൃഷ്ണനൊക്കെ പോയി പാടുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം ഒഡുവർ എന്ന് പറയുന്ന ആളുകൾ ഡിവോഷണൽ സോങ്സ് പാടുന്ന ചടങ്ങുമുണ്ടായിരുന്നു. ഒഡുവർ അവിടെയാണ് വരുന്നത്. സോ ദി ആൻസർ ഈസ് ഡിവോഷണൽ സിംഗേഴ്സ് പ്രൈമർലി റിസൈറ്റിംഗ് ഹൈംസ് ഫ്രം ഏൻഷ്യൻ ഷൈവൈറ്റ് ടെക്സ്റ്റ്. അതായത് പഴയ തമിഴ് ഷൈവൈറ്റ് ടെക്സ്റ്റുകളിലെ കീർത്തനങ്ങൾ അമ്പലങ്ങളിൽ ആലപിക്കുന്ന ഡിവോഷണൽ സിംഗേഴ്സിനെയാണ് ഒഡുവർ എന്ന് പറയുന്നത്. ഇനി അത് തെറ്റിക്കരുത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. UPSC മുൻകാലങ്ങളിൽ പരോളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ബെയിലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതേപോലെയൊക്കെ ചോദിക്കാൻ സിമിലർ സ്കോപ്പുള്ള ഒരു സാധനമാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, അല്ലെങ്കിൽ FIR എന്ന് പറയുന്നത്. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് FIR ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ IPC CRPC ഒക്കെ എടുത്തു കളഞ്ഞതിന് ശേഷം BNSഉം BNSSഉം വന്നു അല്ലേ? അപ്പോൾ BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, പഴയ CRPCക്ക് പകരമുള്ള സാധനത്തിനകത്ത് FIRനെ കുറിച്ച് പല സെക്ഷൻസിലും പറയുന്നുണ്ട്. മാത്രമല്ല FIR എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളെ ഡെയിലി ലൈഫിൽ കാണുന്നതാണ്, എല്ലാ ദിവസത്തെയും പത്രത്തിലുണ്ടാവും എന്ന് വേണം പറയാൻ അല്ലേ? അപ്പം നമുക്ക് എത്രമാത്രം അതിനെക്കുറിച്ച് അറിയാമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ആൻ ഇൻഫോർമേഷൻ ഗിവൺ ടു എ പോലീസ് ഓഫീസർ റിലേറ്റിംഗ് ടു ദി കമ്മീഷൻ ഓഫ് എ കോഗ്നിസബിൾ ഒഫൻസ്. അപ്പോൾ ഒരു കോഗ്നിസബിൾ ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇൻഫോർമേഷൻ തരുന്ന ഒരു റിപ്പോർട്ടാണ് എന്ത്? FIR എന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അപ്പൊ എന്താണ് ഈ കോഗ്നിസബിൾ ഒഫൻസ്? എന്താണ് കോഗ്നിസബിൾ ആയിട്ടുള്ള ഒഫൻസ് എന്ന് നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം. സോ വാട്ട് ഈസ് കോഗ്നിസബിൾ ഒഫൻസ്? കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു വാറണ്ട് ഒന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അന്വേഷണം ആരംഭിക്കുകയും വേണമെങ്കിൽ അറസ്റ്റ് വരെ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ക്രൈംസിനെയാണ് നമ്മൾ കോഗ്നിസബിൾ ഒഫൻസസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഒരു വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനും മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ തന്നെ നമുക്ക് അന്വേഷണം തുടങ്ങാനും മതിയായ കാരണങ്ങളുള്ള ഒഫൻസസിനെയാണ് കോഗ്നിസബിൾ ഒഫൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒഫൻസിനെ റിലേറ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ തരുന്നു FIR എന്ന് പറയുന്നു. സോ ബേസിക് എന്താണ്? നമുക്ക് ലോജിക്ക് വെച്ചിട്ട് 1 ട്രൂ ആണ് എന്ന് കൺസിഡർ ചെയ്യാം അല്ലേ? കോഗ്നിസബിൾ ഒഫൻസ് എന്തായാലും ഒരു സീരിയസ് ക്രൈമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇൻഫോർമേഷൻ തരുന്നുണ്ട്. ദി പോലീസ് ആർ ലീഗലി ബൗണ്ട് ടു രജിസ്റ്റർ ആൻ FIR ഇമ്മീഡിയറ്റ്ലി ഇഫ് ദി ഇൻഫോർമേഷൻ ഡിസ്ക്ലോസസ് എ കോഗ്നിസബിൾ ഒഫൻസ്. അതായത് ഒഫൻസ് നടന്നത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി FIR ഇടാൻ പോലീസ് ബാധ്യസ്ഥരാണ്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ അല്ലേ? FIR പേരിൽ തന്നെ ഉണ്ട്, ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട്. അപ്പം കോഗ്നിസബിൾ ഒഫൻസ് നടന്നു എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ ആദ്യം കിട്ടുന്ന ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിലിടുന്ന
കാര്യമാണ് FIR എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. An FIR can only be filed by the victim or a direct eyewitness in the crime. അപ്പം only എന്ന് പറയുന്ന എന്ത് എക്സ്ട്രീം കീവേഡ് ഇവിടെ കിടക്കുക അല്ലേ? എക്സ്ട്രീം കീവേഡ് അവിടെ തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? FIR ഇടണമെന്നുണ്ടെങ്കിൽ വിക്ടിമോ അല്ലെങ്കിൽ നേരിട്ടുള്ള ദൃക്സാക്ഷിയോ ഇൻഫോർമേഷൻ പാസ് ചെയ്യണം. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. സോ നമ്മൾ എന്തെടുക്കും? ലോജിക്കലി ഇവനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒറ്റ എണ്ണം നമുക്ക് വരുന്നുള്ളൂ. കണ്ടോ? അപ്പൊ 4 കൂടെ നോക്കിയേ. A preliminary inquiry is mandatory before registering an FIR in all cases of cognizable offenses. വീണ്ടും ഒരു എക്സ്ട്രീം കീവേഡ് കയറി വന്നു. അതായത് FIR എല്ലാ കേസുകളിലും, കോഗ്നിസബിൾ ഒഫൻസ് നടന്നിട്ടുള്ള എല്ലാ കേസുകളിലും FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തണം എന്നാണ് പറയുന്നത്. അതും തെറ്റാണ്. എല്ലാ കേസസിലും ഒന്നും പ്രാഥമിക അന്വേഷണം നടത്തണം എന്നില്ല. കിട്ടുന്ന ഇൻഫോർമേഷൻ വെയ്ഗ് ആണെങ്കിൽ, ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? അതായത് ഇൻഫോർമേഷൻ അറിയിക്കുന്ന ആളുണ്ടല്ലോ, അവിടെ ഇന്ന ഒഫൻസ് നടന്നു എന്ന് അറിയിക്കുന്ന ആൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രിലിമിനറി എൻക്വയറി നടത്താൻ ഒക്കും. അല്ലാത്ത കേസസിൽ പ്രിലിമിനറി എൻക്വയറി മാൻഡാറ്ററി അല്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് 1 and 2 only. നിങ്ങൾ BNSSന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം പുതിയൊരു ഒരു നിയമമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ആൻഡ് എൻ FIR ഈസ് ഫയൽഡ് അണ്ടർ സെക്ഷൻ 173 ഓഫ് BNSSന്റെ സെക്ഷൻ 173 പ്രകാരമാണ് FIR ഇടുന്നത്. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? വിക്ടിമോ ഡയറക്റ്റ് ഐ വിറ്റ്നസോ വേണമെന്നാണ്. അങ്ങനെയൊന്നുമില്ല. മനസ്സിലായില്ലേ? അതായത് കോഗ്നിസബിൾ ഓഫൻസ് നടന്നു എന്ന് ഇൻഫോർമേഷൻ ഉള്ള ആർക്ക് വേണമെങ്കിലും വിളിച്ചു പറയാം. അതിന്റെ അടിസ്ഥാനത്തിൽ FIR ഇടാൻ ഒക്കും. ആ വിളിച്ചു പറയുന്ന ഇൻഫോർമേഷൻ വാലിഡ് അല്ല എന്ന് പോലീസുകാരന് തോന്നുകയാണെങ്കിൽ അവിടെ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അയാൾക്ക് അത് വാലിഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാൻ ഒക്കും. ഇതാണ് FIRന്റെ ബേസിക് കാര്യങ്ങൾ. ആൻഡ് കമ്മിങ് ബാക്ക് അഗെയിൻ ടു സയൻസ് ആൻഡ് ടെക്നോളജി, നിസാർ മിഷൻ അല്ലേ? ഇന്ത്യ റീസെന്റ് ലോഞ്ച് ചെയ്തതിൽ ഒരു പ്രസ്റ്റീജിയസ് മിഷനാണ് നിസാർ എന്ന് പറയുന്നത്. നിസാർ സ്റ്റാൻഡ്സ് ഫോർ നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. അപ്പൊ നാസയും ഇസ്രോയും ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് മിഷനാണ്. എന്തിനു വേണ്ടിയിട്ട്? എർത്തിലെ ചേഞ്ചസ് കണ്ടുപിടിക്കാൻ. അത് ബേസിക്കലി ഒരു എർത്ത് ഒബ്സർവേഷൻ മിഷനാണ് നിസാർ എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യം ഇതാണ്, നിസാർ മിഷൻ ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദി ചേഞ്ചസ് ഓൺ എർത്ത് ഇൻ വിച്ച് ഓഫ് ദീസ് ഡിസിപ്ലിൻസ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ചേഞ്ചസ് ഭൂമിയിൽ ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നിസാർ മിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 1 is ecosystems, 2 is cryosphere sciences, 3 is deformation. എക്കോസിസ്റ്റം ചേഞ്ചസ് പഠിക്കാൻ, അതെ, എക്കോസിസ്റ്റം ചേഞ്ചസ് പഠിക്കുന്നുണ്ട്. ക്രയോസ്ഫിയർ സയൻസ്, എന്താ ക്രയോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്രയോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോസൺ വാട്ടർ ആണ്. മനസ്സിലായില്ലേ? അതായത് ഐസ്, ഗ്ലേഷ്യർ, പിന്നെ അണ്ടർഗ്രൗണ്ട് ഐസ് ക്യാപ്പ്, ഐസ് ഷീറ്റ്, അങ്ങനെ ഫ്രോസൺ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്രയോസ്ഫിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, ക്രയോസ്ഫിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസും നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് ഡീഫോർമേഷൻ, ലാൻഡിലുണ്ടാവുന്ന മാറ്റം, ലാൻഡിന്റെ ഡീഫോർമേഷൻസ്. 1, 2 and 3 ആർ റൈറ്റ് ആൻസേഴ്സ്. നിസാർ മിഷൻ എക്കോസിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ക്രയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഭൂമിയിലുണ്ടാകുന്ന സർഫസ് ഡീഫോർമേഷൻസിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. ആൻഡ് നിസാർ വിൽ മാപ്പ് ദി എൻറ്റയർ ഗ്ലോബ് ഇൻ 12 days ഇന്റർവെൽ. 12 ദിവസത്തെ ഇന്റർവെല്ലിലാണ് ഇത് മാപ്പ് ചെയ്യുക കേട്ടോ. ഓരോ 12 ദിവസവും മാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹൈ റെസല്യൂഷൻ ഡേറ്റ നമുക്ക് കിട്ടും. ഹൈ റെസല്യൂഷൻ ഡേറ്റ എന്തുകൊണ്ട് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 2 ഡുവൽ ബാൻഡ് അപ്പർച്ചർ റഡാർ ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഡുവൽ ബാൻഡ് LS ബാൻഡുകളിലുള്ള അപ്പർച്ചർ ഉള്ള റഡാർ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഹൈ സ്പേഷ്യൽ റെസല്യൂഷൻ നമുക്ക് കിട്ടും. ഹൈ റെസല്യൂഷൻ ഇമേജസ് ആയിരിക്കും കിട്ടുക. അതിന് 12 days ഇന്റർവെല്ലിൽ നടത്തുന്നത് കൊണ്ട് തന്നെ ഫ്രീക്വന്റ് ആയിട്ടുണ്ടാകുന്ന ചേഞ്ചസും സ്റ്റഡി ചെയ്യാനൊക്കും എന്നുള്ളതാണ് നിസാർ മിഷന്റെ പ്രത്യേകത. ആൻഡ് കമ്മിങ് ബാക്ക് ടു എ സ്പോർട്സ് ക്വസ്റ്റ്യൻ. സ്പോർട്സ് പഠിക്കണോ എന്ന് കുട്ടികൾ എപ്പോഴും ചോദിക്കാറുണ്ട്. സ്പോർട്സ് പഠിക്കണം, എങ്ങനത്തെ സ്പോർട്സ് വേണം എന്ന് ഞാൻ പലതവണയായിട്ട് പറയുന്നു. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. എന്താ? ഫ്രീക്വന്റ്ലി ഒക്കർ ചെയ്യുന്ന ഇവന്റുകളെ കുറിച്ച് UPSC ചോദ്യം ചോദിക്കാറില്ല.
ഫ്രീക്വൻലി, അതായത് എല്ലാ വർഷവും വിംബിൾഡൺ നടക്കും, എല്ലാ വർഷവും ഫ്രഞ്ച് ഓപ്പൺ നടക്കും, എല്ലാ വർഷവും ടൂർ ദി ഫ്രാൻസ് നടക്കും. ഇതിനെക്കുറിച്ചൊന്നും ചോദ്യം ചോദിക്കത്തില്ല. അതായത് ചോദ്യം ചോദിച്ചിട്ടില്ല, ചോദിക്കത്തില്ല എന്ന് എനിക്ക് പറയാം, അത് ചോദിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ നോക്കുക, ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഒരു സ്പെസിഫിക് പീരീഡിൽ വരുന്ന ഇവന്റുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒളിമ്പിക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. 4 വർഷം കൂടുമ്പോഴല്ലേ വരൂ. ഒളിമ്പിക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം ചോദിച്ച ഖോഖോ വേൾഡ് കപ്പിനെ കുറിച്ച് ചോദിച്ചു. എന്തുകൊണ്ടാണ് ചോദിച്ചു? ആദ്യമായിട്ടാണ് ഒരു ഖോഖോ വേൾഡ് കപ്പ് നടത്തുന്നത്. ഖോഖോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്രയും പ്രചാരമുള്ള ഒരു കളിയാണ്. ഖോഖോ വേൾഡ് കപ്പിൽ വിന്നറായി മാറിയത് ഇന്ത്യയാണ്. അതും മെൻസ് ഇവന്റിലും വിമൻസ് ഇവന്റിലും നമ്മൾ തന്നെ വിന്നറായി മാറി. അപ്പോൾ അത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു പുതിയൊരു കാര്യമായതുകൊണ്ട് തന്നെ അത് ചോദ്യം ചോദിച്ചു. സിമിലർ ലൈൻ തന്നെയാണ് വിമൻസ് ചെസ് വേൾഡ് കപ്പ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വിമൻസ് ചെസ് വേൾഡ് കപ്പ് ആണ് കേട്ടോ, വേൾഡ് ചാമ്പ്യൻഷിപ്പ് അല്ല, വേൾഡ് കപ്പാണ്. സോ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. ദി കോമ്പറ്റീഷൻ ഈസ് ഓർഗനൈസ്ഡ് ബൈ ഫിഡെ. തീർച്ചയായിട്ടും ഫിഡെ ആണ് ചെസ്സിനെ സംബന്ധിക്കുന്ന ഇന്റർനാഷണൽ ബോഡി. അതുകൊണ്ട് തന്നെ ഈ കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യുന്നത് ഫിഡെ ആണ്. ദി 2020 എഡിഷൻ വാസ് കണ്ടക്റ്റഡ് അറ്റ് ബാക്കു ഇൻ അസർബൈജാൻ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പം നമ്മൾ ന്യൂസ് കണ്ടതേ ഉള്ളൂ, ദിവ്യ ദേശ്മുഖ് വിമൻസ് ചെസ് വേൾഡ് കപ്പുമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. 19കാരി ചെറിയ പ്രായത്തിൽ തന്നെ ചെസ് വേൾഡ് കപ്പ് നേടിയിരിക്കുന്നു. മാത്രമല്ല ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും വിമൻസ് ചെസ് വേൾഡ് കപ്പ് നേടുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഫൈനലിൽ തോൽപ്പിച്ചത് മറ്റൊരു ഗ്രാൻഡ് മാസ്റ്ററിനെയാണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദി സീനിയർ ആയിട്ടുള്ള കൊനേരു ഹംപിനെയാണ് ഫൈനലിൽ തോൽപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ അതെവിടെ വെച്ച് നടന്നു എന്ന് നമുക്കറിയണം. അപ്പോൾ അത് അസർബൈജാനിലല്ല നടന്നിരിക്കുന്നത് എന്ന് നമുക്ക്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എങ്കിലും ദിവ്യ ദേശ്മുഖിൻ്റെ അവിടെ നിന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നതിന് കാണാറുണ്ട്. കാരണം ബാക്ക് ഡ്രോപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫിഡെയുടെ സിമ്പലിനോടൊപ്പം തന്നെ ജോർജിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ ജോർജിയയിലാണ് ഈ വർഷത്തെ ഇവന്റ് നടന്നിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദിവ്യ ദേശ്മുഖ് became a ഗ്രാൻഡ് മാസ്റ്റർ വിത്ത് ഹെർ വിക്ടറി ഇൻ ദി ഫൈനൽ. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അതായത് ആ ഫൈനൽ വിൻ ചെയ്യുന്ന മൊമെന്റ് വരെ ദിവ്യ ഒരു ഗ്രാൻഡ് മാസ്റ്റർ അല്ലായിരുന്നു. ദിവ്യ ഫൈനലിൽ തോപ്പിച്ച കൊനേരു ഹംപി ഗ്രാൻഡ് മാസ്റ്റർ ആണ്. മനസ്സിലായോ? ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഗ്രാൻഡ് മാസ്റ്റർ ആവുന്ന വിമൻ ആണ് ദിവ്യ ദേശ്മുഖ് ഫൈനലിൽ തോപ്പിക്കുന്ന കൊനേരു ഹംപി. പക്ഷേ ഫൈനലിൽ വിക്ടറിയോടുകൂടി എന്തായി? ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആകാൻ വേണ്ട റേറ്റിംഗ് ദിവ്യ ദേശ്മുഖിന് കിട്ടി. അപ്പം വേൾഡ് കപ്പ് വിക്ടറി മാത്രമല്ല ദിവ്യയ്ക്ക് കിട്ടുന്നത്, അതിനൊപ്പം ഗ്രാൻഡ് മാസ്റ്റർ പദവിയും കൂടെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 1 and 3. നമ്മളോട് ചോദിച്ചിരുന്ന ചോദ്യം നോട്ട് കറക്റ്റ് എന്നാണ്. സോ 2 ഈസ് ഇൻകറക്റ്റ്. 2 ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ബാക്കി രണ്ടും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. കണ്ടോ, ജോർജിയയിലെ ബത്തൂമി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ?